താടകാവധം. താടകാവനം പ്രാപിച്ചിടുന്നു അനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ, രാഘവ സത്യപരാക്രമവാരിധേ രാമ, പോകുമാറില്ലീ വഴി ആരുമേ ഇതുകാലം, കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ, അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല, ഭുവനവാസിജനം ഭുവനേശ്വരപ്പോറ്റി, കൊല്ലണം അവളെ നീ വല്ല ജാതിയുമതി ഇല്ലിനിയൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ, മെല്ലവേയൊരു ചെറുഞാണൊലി ചെയ്തു രാമനെല്ലാ ലോകവും ഒന്നിച്ചു വിറച്ചിതതു നേരം, ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരീ, പെരികെ വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചു രാഘവനും, ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം, പാരതിൽ മലചിറകറ്റു വീണതുപോലെ, ഘോരരൂപിണിയായ താടക വീണാളല്ലോ, സ്വർണരത്നാഭരണഭൂഷിതഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു, ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ, കൗശികമുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളിൽ എല്ലാമാശു രാഘവനുപദേശിച്ചു സലക്ഷണം, നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമ്യാശ്രമേ, രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്തയാ പുലർകാലേ, പൊക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം, രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ, പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ, വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു, താപസോത്തമ ഭവാൻ ദീക്ഷിക്കയാഗമിനി, താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും, ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ, യാഗവും ദീക്ഷിച്ചിതു കൗശികനതു കാലം, ആഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും, മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാനതു നേരം, പാരാത 2 ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ, കൊന്നിതു സുബാഹുവാം അവനെയൊരു ശരം, അന്നേരം മാരീചനും ഭീതി പൂണ്ടിടിനാൻ, ചൊന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ, ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ, അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനും, അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി, പിന്നെ മറ്റെങ്ങുമൊരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം പൊക്കിയിടിനാൻ, ഭക്തവത്സലന ഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാനന്നു തുടങ്ങി മാരീചനും, പറ്റലർക്കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ, ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തതു സന്തോഷത്താൽ, ദേവദുന്ദുഭികളും ഘോഷിച്ചിതതു നേരം, യക്ഷകിന്നര സിദ്ധചാരണഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ, വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്നശ്രു പൂർണാർദ്ര കുലനേത്ര പത്മങ്ങളോടും
ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ. 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി. അരുൾ ചെയ്തിതു 4-ാം ദിവസം പിന്നെ മുനി. അരുതു വൃഥാകാലം കളകെന്നുള്ളതേതും ജനകമഹീപതേ തന്നെ മഹായജ്ഞം. ഇനി വൈകാതെ കാണാൻ പോക നാം വത്സന്മാരെ. ചൊല്ലെഴും ത്രയംബകമാകിയ മഹേശ്വര, വില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരാ. ഭൂമി ബാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം. ക്ഷോണീ ബാലേന്ദ്രകുലജാതനാകിയ ഭവാൻ. കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു. ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. തത്ര ശോഭ പൂണ്ടോരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാദഫലതാകുന്നു സുമഫലങ്ങളാൽ. സർവമോഹനകരം ജന്തുസഞ്ചയഹീനം. കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി. പുണ്ടരീകേക്ഷണനു മീ വണ്ണമരുൾ ചെയ്തു. ആശ്രമപദമിതമാർക്കുള്ള മനോഹരം. ആശ്രയയോഗ്യം നാനാജന്തുവർജിതമിത്താനും. എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ. തത്വമേന്തെന്നതരുൾ ചെയ്യണം തപോനിധേ. ബല അതിബല എന്ന 2 മന്ത്രം തങ്ങൾക്ക് കിട്ടി. വിശപ്പും ദാഹവും അറിയാതെ ജീവിക്കാനുള്ള 2 മന്ത്രം. മനനം ത്രായതേതി മന്ത്രം. അപ്പോൾ എല്ലാ ധൈര്യത്തോടും കൂടി ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രനോടുകൂടി യാഗരക്ഷയ്ക്കായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ താടക എന്നു പേരുള്ള ഒരു രാക്ഷസിയെ കാണുകയും ഒരു ചെറുഞാണുലി ഇട്ടു രാമൻ. ആ ചെറുഞാണുലിയുടെ ശബ്ദം കേട്ടു അവൾ പേടിച്ചു, വിറച്ചു. അവളെ വധിക്കാൻ പറഞ്ഞു. അങ്ങനെ സ്ത്രീയാണെങ്കിലും അവളെ വധിക്കൂ എന്ന് ഉള്ള കൽപ്പന കേട്ട് ശ്രീരാമചന്ദ്രന്മാർ താടകയെ വധിക്കുകയും അവിടെ നിന്നും പിന്നീടവർ ഒരാശ്രമത്തിലാണ് പ്രവേശിച്ചത്. അതായത് സിദ്ധാശ്രമത്തിൽ പ്രാപിച്ചു. അവിടെ വളരെ സന്തോഷമായി കഴിഞ്ഞുകൂടി. അങ്ങനെ സിദ്ധാശ്രമത്തിൽ നിന്നും അവർ പിന്നീടും യാത്രയായി. അങ്ങനെ തൻ്റെ ഗുരുവിൻ്റെ കൽപ്പനപ്രകാരം നേർവഴി കാണിക്കുന്ന ഗുരുവിൻ്റെ പിന്നാലെ രാമലക്ഷ്മണന്മാർ മിഥിലയിലേക്ക് പോകാം എന്ന് ഗുരു പറയുകയും അങ്ങനെ അവിടെ ഒരു ത്രയംബകം ഉണ്ട്, അത് നമുക്ക് കണ്ട് പോകാം എന്ന് ഉപദേശിക്കുകയും അങ്ങനെ അവർ മൂവരും കൂടി മിഥിലയിലേക്ക് പോവുകയും ചെയ്തു.